TV ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ കേരളത്തിന് പുറത്തെ വിവിധ സർവകലാശാലകളുടെ 100-ലധികം വ്യാജ സർട്ടിഫിക്കറ്റുകളും വ്യാജ മാർക്ക് ലിസ്റ്റുകളും കണ്ടെടുത്തിരുന്നു. കൊറിയർ വഴി വിതരണത്തിനായി എത്തിയതായിരുന്നു ഇവ. തുടർന്ന് സ്ഥാപനം നടത്തുന്ന പൊന്നാനി പോത്തന്നൂർ സ്വദേശി ഇർഷാദിനെയും വിതരണത്തിന് വേണ്ട സഹായം ചെയ്ത തിരൂർ പുറത്തൂർ സ്വദേശി രാഹുലിനെയും പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു. യൂണിവേഴ്സിറ്റികളുടെ പേരിലുള്ള മാർക്ക് ലിസ്റ്റുകൾ, കോൺടാക്ട് സർട്ടിഫിക്കറ്റുകൾ, ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ, വിവിധ പ്രൊഫഷണൽ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകൾ, റെക്കമെൻഡേഷൻ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവയാണ് ഇവരിൽ നിന്നും കണ്ടെത്തിയിരുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് തിരുവനന്തപുരം സ്വദേശിയായ ജസീമാണ് ഈ സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചു തരുന്നതെന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്നറിഞ്ഞ ജസീം നാടുവിട്ട് ഒളിവിൽ പോയി. വിപുലമായ അന്വേഷണത്തിനൊടുവിൽ ബംഗളൂരുവിലെ ഒളിസങ്കേതത്തിൽ നിന്ന് ജസീമിനെ പിടികൂടി. തെലങ്കാനയിലും വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ പ്രതിയാണ് ജസീം. ചോദ്യം ചെയ്യലിൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്ന ഡാനി എന്ന സംഘത്തലവനെക്കുറിച്ച് വിവരം കിട്ടി. യഥാർത്ഥ ചിത്രമോ മേൽവിലാസമോ ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ഡാനി മലയാളിയാണെന്ന് മനസ്സിലായി. ഇയാൾക്കായുള്ള അന്വേഷണത്തിനിടയിലാണ് ശിവകാശിയിലെ വ്യാജ സർട്ടിഫിക്കറ്റ് കേന്ദ്രം റെയ്ഡ് ചെയ്യുന്നത്. 1,00,000-ലധികം വ്യാജ സർട്ടിഫിക്കറ്റുകൾ പ്രിന്റ് ചെയ്യാനുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ മുദ്രയോടുകൂടിയ സർട്ടിഫിക്കറ്റ് പേപ്പറുകളും ഹോളോഗ്രാം സീലുകളും വൈസ് ചാൻസലർ സീലുകളും അത്യാധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടറുകളും പ്രിന്ററും ഇവിടെ നിന്നും പിടിച്ചെടുത്തു. ബാംഗ്ലൂരിൽ നിന്നാണ് ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഡെസ്പാച്ച് ചെയ്ത് വന്നിരുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ബാംഗ്ലൂരിലത്തെ അന്വേഷണത്തിനകത്ത് നിന്ന് മനസ്സിലാക്കിയത് ഈ പ്രിന്റിംഗ് എല്ലാം നടക്കുന്നത് തമിഴ്നാട് സംസ്ഥാനത്ത് ശിവകാശി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അതിനെ തുടർന്ന് വളരെ ക്ലാൻഡസ്റ്റൈനായിട്ട് വളരെ രഹസ്യാത്മകമായിട്ടുള്ള ഒരു ഓപ്പറേഷനിൽ കൂടെ പൊന്നാനി SIയും ടീമും ശിവകാശിയിലെത്തി അവിടുത്തെ ലോക്കൽ പോലീസിൻ്റെയും കൂടി സപ്പോർട്ടോടുകൂടി ഇതിൻ്റെ ഒരു കേന്ദ്രം ബസ്റ്റ് ചെയ്യാനുണ്ടായത്. ശിവകാശിയിൽ വെച്ച് ഡാനി എന്നത് തിരൂർ മീനടത്തൂർ സ്വദേശി ധനീഷ് എന്നയാളാണെന്ന് മനസ്സിലായി. കേരളത്തിലും വിദേശത്തുമടക്കം വലിയ ആഡംബര വീടുകളും അപ്പാർട്ട്മെന്റുകളും ബിസിനസ്സും സ്വന്തമായുള്ള ആളാണ് ഡാനി എന്ന ധനീഷ്. 12 കൊല്ലം മുൻപും ഇയാൾ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ പിടിയിലായിട്ടുണ്ട്. ഡാനി എന്ന ധനീഷ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ വിറ്റ് സമ്പാദിച്ചത് 2 5 സ്റ്റാർ ബാറുകളും വിദേശത്തുള്ള അപ്പാർട്ട്മെന്റുകളുമാണ്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ഡാനിയെ കുന്നമംഗലത്ത് വെച്ചാണ് സാഹസികമായി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. പ്രിന്റിംഗ് പ്രസ്സിലുണ്ടായിരുന്ന തമിഴ്നാട് ശിവകാശി സ്വദേശികളായ ജൈനുലാബുദ്ദീൻ, അരവിന്ദ് വെങ്കടേഷ് എന്നിവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഗ്യാങ്ങിലുള്ളവർക്ക് തന്നെ കാര്യമായിട്ട് ഇദ്ദേഹം ആരാണെന്ന് അറിയാതെ തന്നെ ഇത്രയും വർഷം 2013 മുതൽ തുടങ്ങിയിരിക്കുന്ന ആക്ടിവിറ്റിയാണ്. ഏതാണ്ട് 12 കൊല്ലത്തിലധികമായിട്ട് ഇതിൽ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഈ ഇൻഡസ്ട്രി പോലെ തന്നെ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. ഒരാളിൽ നിന്ന് 75,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ ഈടാക്കിയാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയിരുന്നത്. ഇതുമായി വിദേശത്ത് നിരവധി ആളുകൾ വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് ചേർന്നിട്ടുണ്ട്. പല വിദേശ എംബസികളിലും ഇവരുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലും കർണാടകത്തിലുമായി 1 മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ തൊണ്ടി വസ്തുക്കൾ സഹിതം പിടികൂടിയത്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.